ഇസ്രയേൽ സൈന്യത്തിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം കടുത്ത ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ മറ്റൊരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടുകൾ നഷ്ടമാവുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ പുതിയ നീക്കം അവരുടെ ദുരിതങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയുടെ വേദിയാണിത്. ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയൊരു ഭൂപ്രദേശമാണ് ഗാസ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ കാരണം ഈ പ്രദേശം പൂർണ്ണമായും തകർന്നു. കെട്ടിടങ്ങൾ, ആശുപത്രികൾ, പള്ളികൾ, സ്കൂളുകൾ എന്നിവയെല്ലാം തകർന്നു. ഗാസയുടെ ഏകദേശം 70% പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കപ്പെട്ടു. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 37,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 85,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിനു പുറമെ ഏകദേശം 10,000 ആളുകളെ കാണാതായിട്ടുമുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർ, കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഈ ദുരിതങ്ങൾക്കപ്പുറം ഗാസയിലെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തെയും പട്ടിണിയെയും നേരിടുന്നുണ്ട്. ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ മരുന്നുകളോ ഗാസയിൽ എത്തുന്നില്ല. ഭക്ഷ്യസഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ പോലും വെടിവെപ്പുണ്ടായ സംഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഗുരുതരമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ്. പോഷകാഹാരക്കുറവ് കാരണം നിരവധി കുട്ടികൾ മരണപ്പെട്ടതും സാധാരണക്കാർക്ക് അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പോലും ലഭിക്കാതെ വന്നതും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റണമെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. റാഫ, മുവാസി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റാനാണ് ശ്രമം. ഇസ്രയേൽ ഈ നീക്കത്തെ സുരക്ഷാപരമായ മുൻകരുതൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്നുമുണ്ട്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ശുദ്ധമായ വെള്ളമോ ഭക്ഷണമോ ലഭ്യമല്ല. അത്തരമൊരു സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളെ മാറ്റുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് റഫയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഒരു മാനുഷിക നഗരം നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഇതിനെ പലസ്തീൻ അതോറിറ്റി ശക്തമായി എതിർത്തു. ഈ നീക്കങ്ങളെ പലസ്തീനികളും അന്താരാഷ്ട്ര സമൂഹവും നിർബന്ധിത കുടിയൊഴിപ്പിക്കലായാണ് കാണുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ജനീവ കൺവെൻഷൻ അനുസരിച്ച് യുദ്ധകാലത്ത് സാധാരണക്കാരെ നിർബന്ധമായും അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുന്നത് യുദ്ധക്കുറ്റമാണ്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. ഈ അവകാശമാണ് ഇസ്രയേൽ സൈന്യം നിഷേധിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ, വിവിധ ലോകരാജ്യങ്ങൾ എന്നിവ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ നീക്കത്തെ അപകടകരമെന്നും ഇത് ഗാസയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഫലസ്തീൻ അതോറിറ്റി ഇസ്രയേലിന്റെ ഈ പദ്ധതിയെ പൂർണ്ണമായ കുറ്റകൃത്യമെന്നും വംശഹത്യയുടെ തുടർച്ചയെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി ഗാസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിൽ ഇസ്രയേലിലേക്കുള്ള സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഗാസയിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷാവാദങ്ങൾ ദുർബലമാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. ഹമാസ് തീവ്രവാദികളെ നേരിടാനാണ് ഈ നീക്കമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നതെങ്കിലും ഈ നടപടികൾ സാധാരണക്കാരുടെ ജീവനെ കൂടുതൽ അപകടത്തിലാക്കുന്നുണ്ട്. പുതിയ സൈനിക നടപടി ശേഷിക്കുന്ന ബന്ദികളുടെ ജീവന് പോലും ഭീഷണിയാണെന്ന് അവരുടെ കുടുംബങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. തുടർച്ചയായ യുദ്ധം, പട്ടിണി, ശുചിത്വമില്ലായ്മ എന്നിവ ഗാസയിലെ പകർച്ചവ്യാധികൾ വ്യാപകമാകാൻ ഒരു കാരണമായിട്ടുമുണ്ട്. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ അതിവേഗം പടരുന്നു. ആശുപത്രികൾ മിക്കവാറും പ്രവർത്തനരഹിതമാണ്. ഇന്ധനത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഒരു തടസ്സവുമാകുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ പോലുള്ള അവശ്യ മരുന്നുകൾ പോലും കിട്ടാനില്ല. ഈ ദുരിതങ്ങൾക്കപ്പുറം ഗാസയിലെ ജനങ്ങൾ വലിയ മാനസികാഘാതത്തെയും നേരിടുന്നുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതും തുടർച്ചയായുള്ള കുടിയൊഴിപ്പിക്കലും ആളുകളിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളിൽ പോലും വലിയ മാനസിക പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിക്കുന്നത്. കളിക്കാനും പഠിക്കാനുമുള്ള അവസരം നഷ്ടപ്പെട്ട ഈ കുട്ടികൾ യുദ്ധത്തിന്റെ ഭീകരതയിൽ ഭയന്ന് ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. അന്താരാഷ്ട്ര NGOകൾക്ക് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് പലവിധ നിയന്ത്രണങ്ങളുണ്ട്.
UNRWA പോലുള്ള സംഘടനകൾക്ക് മരുന്ന്, മെഡിക്കൽ സാമഗ്രികൾ എന്നിവ എത്തിക്കാൻ കഴിഞ്ഞ 5 മാസമായി ഇസ്രയേൽ അനുമതി നൽകിയിട്ടില്ല. ഈ സംഘടനയെ ഹമാസുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇസ്രയേൽ സഹായം തടസ്സപ്പെടുത്തുന്നത്. ഇത് ലോകത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. ഗാസയിലെ ദുരിതങ്ങൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. സ്വന്തം സുരക്ഷ എന്ന ഒരു കാരണവശാലും ഈ ക്രൂരതകളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു ജനതയുടെ ജീവിതവും ഭാവിയും തകർത്ത് അവരുടെ മണ്ണിൽ നിന്നും അവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യമാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അവശേഷിച്ച ജീവനും കയ്യിൽ പിടിച്ച് പൊരുതുന്നവരെയാണ് ഇസ്രയേൽ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നും ഇസ്രയേലിന്റെ ഈ നീക്കത്തെ തടയേണ്ടതുണ്ട്. മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും യുദ്ധക്കുറ്റങ്ങൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണം. ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ അവർക്കൊപ്പം നിൽക്കണം.